ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉംറ കഴിഞ്ഞ് ഇന്ന് രാവിലെ എത്തിയിട്ടുള്ളൂ. അപ്പം നമുക്ക് സമയമില്ല. മറ്റന്നാൾ, അതായത് ബുധനാഴ്ച, ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് തിങ്കളാഴ്ചയാണ്. ബുധനാഴ്ച ഞങ്ങൾ നാട്ടിലേക്ക് പിന്നെ തിരിച്ചു പോവുകയാണ്. അപ്പം ഇന്ന് കുറച്ച് പർച്ചേസിങ് ഉണ്ട്, അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. ഇവിടെ ടൊയോട്ടയിലാണ് പോകുന്നത് കേട്ടോ. അപ്പം നമുക്കിനി പോയിട്ട് അവിടെ നിന്ന് കാണാം. നമ്മൾ നാബിയയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഷോപ്പിങ്ങിന് പറ്റിയ ഏരിയ എന്ന് പറയുന്നെങ്കിൽ ഒന്നെങ്കിൽ ടൊയോട്ടോ അല്ലെങ്കിൽ സീക്കോലാണ്. കൂടുതലും ആളുകൾ ഷോപ്പിങ്ങിന് സെലക്ട് ചെയ്യുന്നത് ആ ഒരു സ്ഥലമാണ്. ഇപ്പോൾ ടൊയോട്ടയിലാണെങ്കിൽ ഹയാത്ത് ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഗ്രേറ്റ് ഏരിയ, കുറച്ച് ഷോപ്പുകളൊക്കെ എടുത്തെടുത്താണ്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് വണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ നടന്ന് തന്നെ എല്ലാ ഷോപ്പിലേക്കും പോകാൻ പറ്റും. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ഏരിയയിലേക്ക് പോകുന്നത് കേട്ടോ. ഫസ്റ്റ് കയറുന്നത് ഫൈൻ ലുക്കിലാണ്. ഫൈൻ ലുക്കിൽ ഇപ്പോൾ അവർ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഓഫറിന് മാത്രമല്ല, കൂടുതൽ ഡ്രസ് കളക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഹയാത്തിനുള്ളിലും ചില ഷോപ്പുകളുണ്ട് അത്യാവശ്യം നല്ല കളക്ഷൻ ഉള്ളത് കേട്ടോ. അപ്പം ഇവിടെ ഇപ്പോൾ ഈ ഒരു ഓഫർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ കുറേ ആയി. ഓഫർ എന്ന് പറഞ്ഞ് നമ്മളെ കയറ്റുക എന്നുള്ളത് കൂടി ഉണ്ട് കേട്ടോ. കുറച്ച് ഐറ്റംസിനാണ് ഓഫർ ഉള്ളത്, പിന്നെ കുറച്ച് ഐറ്റംസിനൊന്നും ഓഫർ വരുന്നില്ല. പക്ഷെ എന്നാൽ അത്യാവശ്യം നല്ല കളക്ഷൻ ഓഫ് ഡ്രസ്സസ് ഉണ്ടായിരുന്നു. എനിക്ക് ഒരു ഷോർട്ട് ടോപ്പാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം അത്യാവശ്യം നമുക്ക് വേണ്ട കുറച്ച് ന്യൂജൻ ഐറ്റംസും അങ്ങനത്തെ ഫുൾ ലെങ്ത് ഉള്ളതാണെങ്കിൽ അങ്ങനത്തെ എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാനൊരു കോഡ് ഡ്രസ്സും പിന്നെ ഒരു ഷർട്ടും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അതവിടുന്ന് ബില്ല് ചെയ്ത ശേഷം ഞങ്ങൾ പിന്നെ പുറത്തിറങ്ങി. നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ ഗ്രേറ്റ് ഏരിയ വരുന്നത്. അപ്പോൾ ഗ്രേറ്റ് ഏരിയയിലേക്കാണ് പിന്നെ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഡ്രസ്സ് എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഗ്രേറ്റ് ഏരിയ വരുന്നത്. ഇനി നമുക്ക് അവിടെ കയറി നോക്കാം. നമുക്ക് മേലേക്ക് കയറി വെക്കാം. ലെക്സിൻ്റെ ഒക്കെ ബോഡി ക്രീമുകൾ മൈലാഞ്ചി ഇടുന്ന സ്റ്റിക്കർ ഒട്ടിച്ച ടൈമിൽ കൂടെ മൈലാഞ്ചി ഇടും. ഞാനിങ്ങനെ നടന്ന് വീഡിയോ എടുക്കുന്ന സമയത്ത് ഫോണിന് നല്ല ഷെയ്ക്ക് വരുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം കേട്ടോ. പക്ഷേ അതെങ്ങനെയാണ് ക്ലിയർ ചെയ്യേണ്ടത് എന്നറിയാത്തതുകൊണ്ടാണ്. പാർക്കെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഈ ഷെയ്ക്ക് ഇങ്ങനെ ആവുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളിപ്പോൾ ഒരു ഓൾമോസ്റ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഓൾറെഡി മക്കത്തും മദീനത്തൊക്കെ പോയി വരുന്ന സമയത്ത് കുറച്ച് അവിടെ നിന്നൊക്കെ നൈറ്റിലിങ്ങനെ കുറച്ച് ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ബാക്കി കുറച്ചാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും കൊണ്ടുപോകുന്നില്ല കേട്ടോ. നമ്മൾ ഈ പ്രവാസികൾ അവിടുന്ന് കൊണ്ടുവരുന്നത് എന്തോ ഭയങ്കരമാണെന്നുള്ളൊരു ചിന്താഗതിയാണ് എനിക്ക് ഉൾപ്പെടെ എല്ലാവർക്കും. പക്ഷേ ഒരു തവണ പോയി അവിടുന്ന് വാങ്ങുമ്പോഴേ നമുക്കറിയുള്ളൂ നമ്മുടെ നാട്ടിലേക്കാൾ ഒരു ഇരട്ടി റേറ്റും വേണം.
പിന്നെ പ്രത്യേകിച്ച് ഒരു അടിപൊളി എന്ന് പറയാനൊന്നും ഉണ്ടാവില്ല. അതിലേറെ അത്ര റേറ്റിൻ്റെ പകുതി റേറ്റ് കൊടുത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് അടിപൊളി സാധനങ്ങൾ നമുക്ക് വാങ്ങാം. അപ്പം ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയും കുറച്ച് നമുക്ക് അവിടെ ഇവിടെയൊക്കെ കയറാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകണം. നെക്സ്റ്റ് നമ്മൾ അടുത്ത കടയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഒരു 3-4 കടയായി കയറി ഇറങ്ങുന്നു. അധികം സാധനങ്ങളൊന്നും വാങ്ങുന്നില്ല, പക്ഷെ എന്നാലും ഉള്ള സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് വാങ്ങുക വേണം. അപ്പം അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ ഈ ടോയ്സ് കുറച്ച് എടുത്തിട്ടുണ്ട്, കാരണം ഒക്കെ ടോയ്സിൻ്റെ ആൾക്കാരാണ്. അതുകൊണ്ട് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ആ പറഞ്ഞിട്ടുണ്ട്. ഇത് വട്ടത്തിലരിഞ്ഞ് കോൽമ കുത്തിയാണ്. അതിന്റെ നീളത്തിലരിഞ്ഞത് നമുക്ക് തരും. വേറെ ഒന്നിന്റെ ഉണ്ട്, നോക്കിയാ കിട്ടുമോ? പർച്ചേസിങ് മൊത്തം കഴിഞ്ഞ് ഇപ്പം വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടി കാത്തു നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞ് ഇപ്പം തന്നെ വണ്ടി വന്നു, ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബുധനാഴ്ച റിട്ടേൺ പോരും. പിന്നെ വീട്ടിലെത്തിയിട്ട് നമ്മൾ പെട്ടിപൊളിക്കലും ഇതൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണിക്കുന്നുണ്ടാവും. അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ കൊച്ചു സന്തോഷങ്ങൾ നിങ്ങളെ കാണിക്കുക എന്നേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.